എന്ന് താൻ പറയുന്നുണ്ട്. താൻ ഇൻസ്പെക്ഷന് വേണ്ടി കടന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഇല്ല. അതിന് നിയമപാലകർ ഇവിടെ ഉണ്ട്, അതിന് യൂണിഫോം ഇട്ട പോലീസുകാർ ഉണ്ട്. അന്ന് സംഘപരിവാർ ശക്തികളെയും കൂട്ടുപിടിച്ച് ഞാനിവിടെയുണ്ട്, മാത്യു പാസ്റ്റർ ഇവിടെയുണ്ട്, വിനോദ് പാസ്റ്റർ ഇവിടെയുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളെല്ലാം ഇവിടെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. താഴെ ഭയങ്കര ബഹളം നടക്കുകയാണ്. മാത്യു പാസ്റ്റർ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ആ സമയത്ത് സംഘപരിവാരത്തിന്റെ ഒരുപറ്റം ആളുകൾ താഴെ വന്ന് അവർക്ക് മുഴുവൻ ഇരച്ചതിനകത്ത് കയറണം. ഞാൻ താഴെ ഇറങ്ങിച്ചെന്നു. പോലീസ് അധികാരികൾ അവിടെ. ഞാൻ താഴെ ഇറങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഒരു സംഘപരിവാർ ആളും ഇതിനകത്ത് കയറില്ല. കയറിയാൽ ഇറങ്ങിപ്പോകില്ല. കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വരാം. പൂർണ്ണ സ്നേഹത്തോടെ സ്വാഗതമാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക്. ഞങ്ങൾക്ക് ജാതിയില്ല, ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് വർഗമില്ല, ഞങ്ങൾക്ക് വർണ്ണമില്ല. നിങ്ങൾക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞ, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞ ഒരു വാക്കിങ്ങനെ, ഇതിനകത്ത് ആയുധം സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഒന്ന് തുറന്ന് കണ്ടാലോ? ഞാൻ പറഞ്ഞു, സാറിന് കയറി തുറന്നു വരാം, ഞങ്ങളത് വീഡിയോയിൽ പകർത്തും. മാഡത്തിന് വരാം, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സാറിന്റെ കൂടെ യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥന്റെ കൂടെ വരാം. അങ്ങനെ അവർ രണ്ടുപേരും, ഞാനും റിജോണും ജസ്റ്റിനും, അങ്ങനെ 2-3 സഹോദരങ്ങളും ഇതെല്ലാം നോക്കിയിട്ട് അവർ പറഞ്ഞു, ആ സമയത്ത് ഒരു കുഞ്ഞിതിനകത്തുണ്ട്, അവനെ പൂട്ടിയിട്ടെന്നാണ് ഈ പറയുന്നത്. പൂട്ടിയിട്ട ആളിനെ കാണിക്കാൻ പോവാ. എല്ലാ മാന്യ സ്നേഹിതരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ മലയാളക്കരയിൽ ആകമാനം ഇളകി മറിഞ്ഞ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ കുറിച്ച് ചെയ്തിരുന്നു. ഇപ്പോൾ ആ പ്രശ്നം കുറച്ചധികം കത്തിക്കാളുകയാണ്. വാസ്തവത്തിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രശ്നം നടന്നതെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ബിനു വാഴമുട്ടത്തിനെ അറസ്റ്റും ചെയ്യുമായിരുന്നു, ജയിലിനകത്താക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പള്ളിയിൽ സാമൂഹ്യ വിരുദ്ധര് കയറി കംപ്ലീറ്റ് നശിപ്പിച്ചേനെ. അദ്ദേഹത്തിന്റെ സ്ഥാപനവും വീടും സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഇവർ നശിപ്പിക്കുമായിരുന്നു. മാക്സിമം ക്രിസ്ത്യാനികളെ ഇവരെ ഉപദ്രവിക്കുകയും പറ്റുമെന്നുള്ള എല്ലാത്തിനെയും പിടിച്ച് ജയിലിലിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ നടക്കുന്നില്ല? കേരളത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിയമവാഴ്ച നിലനിൽക്കുന്ന സ്ഥലമാണ്. നിയമവാഴ്ച നിലനിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അഭ്യാസം നടക്കത്തില്ല. 2, ജനം ഇവിടെ പ്രബുദ്ധരാണ്. ഇത് രണ്ടും സാമൂഹിക വിരുദ്ധർക്കിവിടെ അരങ്ങ് തകർക്കാൻ കഴിയാത്ത രംഗമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ടുവരുന്ന വാർത്തയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ബിനു വാഴമുട്ടം നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോം, അങ്ങനെ തണലെന്നോ അങ്ങനെ കണ്ടോണ്ട് പേര്, അത്തരത്തിലൊരു ഓൾഡ് ഏജ് ഹോമിൽ ചെറിയൊരു പയ്യനെ കൊണ്ട് നിർത്തിയിരുന്നു എന്നും അവനെ ആരൊക്കെയോ മുറിയിൽ പൂട്ടിയിട്ടെന്നോ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസ്. അത് ശിശുക്ഷേമ വകുപ്പ് കേസെടുത്തു. ആ കുട്ടി അവർ റിലീസ് ചെയ്തു. പോലീസ് അതിൽ കേസെടുത്തു. അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം 3 പേരെ അറസ്റ്റും ചെയ്തു. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിന്റെ ചുമതലക്ക് അല്ലെങ്കിൽ അതിന്റെ ഓണർ എന്ന നിലയിൽ ബിനുവിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണോ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്താൽ പോരെ. ഇനി ആ കുറ്റക്കാരെ ബിനു സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ബിനുവിനെ അറസ്റ്റ് ചെയ്യണം. ഇതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ബിനുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, ആ സ്ഥാപനം പൂട്ടി സീൽ ചെയ്യണം. അവർ ജനത്തിന്റെ താല്പര്യം നോക്കിക്കോളാം. അവിടെ കുറച്ചധികം വയസ്സായവർ ജീവിക്കുകയാണ്. അവരാരും അവിടെ ഒരു പ്രശ്നം പറയുന്നില്ല. അവരെ പീഡിപ്പിക്കുന്നതോ അവരെ ഉപദ്രവിക്കുന്നതോ അവർക്ക് ആഹാരം കൊടുക്കുന്നില്ലെന്നോ ഒന്നും പറയുന്നില്ല. അപ്പൊ ഇവർക്ക് ഇതിനെ പൂട്ടി സീൽ ചെയ്യണം. എന്റെ ചോദ്യം, അവിടെ കിടക്കുന്ന അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഈ പൂട്ടാൻ വരുന്ന നീയൊക്കെ കൊണ്ട് വീട്ടിൽ പോവോ? ഓരോ അമ്മച്ചിമാരെയും ഓരോ അപ്പച്ചന്മാരെയും ഈ പൂട്ടാൻ വരുന്ന നിങ്ങൾക്ക് തരട്ടെ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളൂ. എങ്കിൽ പ്രശ്നമില്ല, എങ്കിൽ സ്ഥാപനം പൂട്ടിക്കളയാം. അപ്പോൾ ഈ സ്ഥാപനം പൂട്ടുക എന്ന മനുഷ്യത്വരഹിതമായ ഒരു ചിന്ത
നമ്മുടെ മലയാളിയുടെ മനസ്സ് ഇങ്ങനെ ആയിപ്പോയി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അയാൾ വൃത്തിക്ക് സ്ഥാപനം നടത്തിയാൽ നടക്കട്ടെ. അതുകൊണ്ട് ആ സ്ഥാപനത്തിന് അതിനകത്തൊരു ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ നിയമം അതിനകത്ത് ഇടപെടുന്നു, പോലീസ് അതിനകത്ത് ചെല്ലുന്നു, അതിന്റെ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കക്ഷികൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയാണ്. ഈ സെയിം കേസ് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇളക്കിയും വിടും ആൾക്കാരെ, മൊത്തം പൊളിച്ചടുക്കും, അപ്പച്ചമാരെ അമ്മച്ചമാരെ വലിച്ച് റോഡിലിടും, ഇവരാരും കൊണ്ടൊന്നും പോകത്തില്ല, സ്ഥാപനം അടച്ചുപൂട്ടും. എടോ, അതിനകത്ത് ഒരപ്പച്ചൻ അല്ലെങ്കിൽ ഒരമ്മച്ചിക്ക് സമാധാനത്തോടെ ആഹാരം കഴിച്ച് കിടക്കാൻ കഴിയുന്നുവെങ്കിൽ അതിന് നിങ്ങൾ വില കൽപ്പിക്കണം. ഈ ബഹളം വെക്കാൻ വരുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നോക്കാത്ത നിങ്ങളുടെ മാതാപിതാക്കളെയാണ് അയാൾ സംരക്ഷിക്കുന്നത്. അയാൾ സംരക്ഷിക്കുന്നതിൽ നാട്ടുകാർ പറയുന്ന പ്രശ്നം, ഇയാൾക്ക് പണ്ട് ഇയാൾ തെണ്ടിത്തിരിഞ്ഞ് നടന്നതാണ്, ഇപ്പോൾ ഇയാൾക്ക് കാശായിരിക്കുന്നു. തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവൻ എന്നും തെണ്ടിയായിരിക്കണം എന്നതാണോ നിങ്ങളുടെ ചിന്ത? അയാൾ തെണ്ടിത്തിരിഞ്ഞ് നടന്നത് ആൾ തന്നെയായിരിക്കും, അയാൾക്ക് കാശ് ഉണ്ടായിരിക്കും, അയാൾ കുറെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അവിടെ ശുശ്രൂഷിക്കുന്നു എങ്കിൽ, അവരെ കരുതുന്നുവെങ്കിൽ, നാളെ നിന്റെയൊക്കെയും അപ്പനെയും അമ്മയും കൊണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലമാണതെന്ന് തിരിച്ചറിയണം. അവിടെ ചെന്ന് 2 മണിക്കൂർ വൃത്തിയാക്കി കൊടുക്കാനോ ആ അപ്പച്ചന്മാരെ അമ്മച്ചമാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൂട്ടുകൂടുകയോ ചെയ്യേണ്ടതിന് പകരം അതിനെ പൊളിച്ചടിക്കുക, അപ്പച്ചന്മാരെ അമ്മച്ചികളെയും തെരുവിലിറക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മാന്യതയോടുകൂടി ഇടപെടാൻ മലയാളി ഇനിയെങ്കിലും പഠിക്കണം. ഇത്തരം സ്ഥാപനങ്ങൾ 100 കണക്കിന് കേരളത്തിൽ കൊണ്ടുവരാനാണ് ശ്രീ VD സതീശൻ ശ്രമിക്കുന്നത്. നിങ്ങൾ അറിയണം, വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കിയിരിക്കുന്നു VD എന്ന് നിങ്ങൾ അറിയണം. എനിക്കിത് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. വയസ്സായവരെ അവരെ സംരക്ഷിക്കുന്നത് അവരുടെ അവകാശമാണെന്നാണ് VD പറഞ്ഞത്. അല്ലാതെ അവരുടെ അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും ഓച്ചാരമല്ല, അത് അവരുടെ അവകാശമാണ്. അവരും കൂടി ചേർന്നാണ് ഈ സമൂഹത്തെ കഴിഞ്ഞ തലമുറയിൽ വളർത്തി ഈ പരുവത്തിന് കൊണ്ടുവന്നത്. അവർ ക്ഷീണിക്കുമ്പോൾ അവരെ ഭംഗിയായി പരിചരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് VD. അതുകൊണ്ട് ഇതിനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി നീയൊക്കെ നടത്തുന്ന ഈ ശ്രമം എത്ര വേദനാജനകമാണ്, എത്ര മോശമാണ്. അതുകൊണ്ട് അയാൾക്കെതിരെ ആരോപിക്കുന്ന ആരോപണങ്ങൾ 100 കണക്കിനാണ്. അതിൽ പ്രധാനപ്പെട്ടത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പറയുകയാണ്, ഇതിനകത്ത് മാരകായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ആലയത്തിനകത്തോ. എന്നിട്ട് ബിനു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആരും ആലയത്തിനകത്ത് തള്ളിക്കയറാൻ സമ്മതിക്കത്തില്ല, പോലീസുകാർ താല്പര്യം ഉണ്ടെങ്കിൽ കയറട്ടെ. അങ്ങനെ പോലീസുകാരുടെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കയറാൻ അനുവദിച്ചു. പുറത്തു മുഴുവൻ ജനം ബഹളമുണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോൾ അവർ ഒരു പയ്യനെ ചർച്ചിനകത്താക്കി പുറം ലോക്ക് ചെയ്തിരുന്നു. ചർച്ചിനകത്താക്കി പുറം ലോക്ക് ചെയ്യുക. ചർച്ച് എന്ന് പറഞ്ഞാൽ കക്കൂസ് പോലെ കൊച്ചുമുറിയല്ല, ആ വലിയ ഹോളിനകത്ത് അവൻ ഇരിക്കുകയാണ്. കാരണം ഇവര് ശല്യം ചെയ്യുമെന്നും വെച്ചിട്ട് ആ പയ്യനകത്ത് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങിയിട്ട് പറയുന്നത്, ഒരാൾ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് ഞങ്ങൾ കാണും. ഒരു പയ്യൻ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. പയ്യന്റെ വയസ്സ് എത്രയെന്നറിയാവൂ? 35 വയസ്സുള്ള പയ്യൻ. അവനെ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. എന്തെടുക്കാൻ അവർ പോയെന്നറിയാവോ? മാരകായുധം കണ്ടുപിടിക്കാൻ പോയതാ. എനിക്ക് തോന്നുന്നു ഈ ചർച്ചിനകം നിങ്ങൾ പരിശോധിക്കാതെ ബിനുവിന്റെ വീട് പരിശോധിച്ചിരുന്നെങ്കിൽ അയാൾ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലൈഡെങ്കിലും കിട്ടിയനെ. പെന്തക്കോസ്തുകാരെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങൾ ആരും മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നവരല്ല. ഞങ്ങൾ ഷേവ് ചെയ്യാൻ ബ്ലൈഡ് ഉപയോഗിക്കാറുണ്ട്, കറിക്കരിയാൻ കത്തി ഞങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് മാറി ഞങ്ങളുടെ കയ്യിൽ മാരകായുധം ഒരു വകയുമില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇതെല്ലാ നാട്ടുകാരും തിരിച്ചറിയണം. ഞങ്ങൾ ഇത് അഭ്യസിപ്പിക്കാൻ പഠിക്കുന്നവരല്ല, ആൾക്കാരെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്നവരല്ല. ഞങ്ങൾ ആൾക്കാരെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും നിത്യതയ്ക്കൊരുക്കുവാനും മെനക്കെടുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മേൽ നിങ്ങൾ മാരകായുധം ഇരിക്കുന്നെന്നും പറഞ്ഞ് ഇരച്ചോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഏതിടങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് പോലീസിന്റെ കാര്യത്തിലാണ്. ഞങ്ങളുടെ ഏത് ഇടങ്ങളും പരിശോധിക്കുവാനുള്ള 100% സ്വാതന്ത്ര്യം ഏത് സമയത്തും പോലീസിനുണ്ട്. നാട്ടുകാർ കയറി മറിയാം എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് നോർത്ത് ഇന്ത്യ അല്ല. ആ അഭ്യാസവും ഭൂതിയും ഒക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് പറയാനുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഓരോ ചാനലുകാരും ഇതിന് ചുവട് പിടിക്കുകയാണ്. മറുനാടൻ മലയാളി ഇതിന് ചുവട് പിടിക്കുക. മറുനാടൻ മലയാളി പറയുകയാണ്, ബിനു വെച്ച ട്രാപ്പിൽ BJP-ക്കാർ വീണുപോയതാണ്. എന്തിനാണ് മറുനാട ഈ BJP-ക്കാർക്ക് ഇത്തരത്തിൽ വിടുപണി ചെയ്യുന്നത്? ബിനുവോട് എന്ത് ട്രാപ്പ് വെച്ചെന്നാ പറഞ്ഞേ? ബിനുവിന്റെ സ്ഥാപനത്തിനെതിരെ ഒരു
അലിഗേഷൻ ഉണ്ടാവും. അതിനകത്തൊരു കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. ആ കുട്ടിയെ ഉപദ്രവിച്ച ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടി സ്വീകരിക്കുന്നതിനോ ബിനു എതിർത്ത് നിന്നിട്ടില്ല. എതിർത്ത് നിന്നാൽ അപ്പം ബിനുവിനെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ബിനുവിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ ജനത്തിന്റെ ആവശ്യം ഇതൊന്നുമല്ല, മറ്റെന്തുമാണ്. അതിന്റെ പുറകെ അപ്പൊ മറുനാടൻ പറയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇയാൾ നിൽക്കുന്നത്. നാണമുണ്ടോ മറുനാട ഇതൊക്കെ പറയാൻ? അവിടെ വീണ ജോർജ് ചെന്നത് പ്രാർത്ഥിക്കാനാണ്. അന്ന് അവർ മന്ത്രിയായിരുന്നു. ഇലക്ഷന്റെ സമയത്താ ചെല്ലുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. മീഡിയ അടക്കം ഒരുപാട് പേരോട് ചെന്നിട്ടുണ്ട്. ചെന്നതിന്റെ ഉദ്ദേശം ബിനുവിന്റെ കയ്യിൽ എന്തെങ്കിലും ഇരിക്കുന്ന കാശ് മേടിച്ചുകൊണ്ട് പോകാനല്ല. ഈ രാഷ്ട്രീയക്കാർക്ക് ആർക്കും അത് വേണ്ട എന്ന് എനിക്കറിയാം. അബിൻ വർക്കിയായാലും അങ്ങനെ തന്നെ. ഇവരെല്ലാവരും അവിടെ ചെന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു കോൺഗ്രിഗേഷനിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് അവർക്ക് അനുഗ്രഹം ഉണ്ടാകാനൊന്നുമല്ല, അവർക്ക് വോട്ട് കിട്ടാനാണ്. അതെല്ലാ പാർട്ടിക്കാരും പോവും. എത്രയോ പള്ളികളിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ പോയിട്ടുണ്ട്. ഉപദേശിമാരെ ഒരുമിച്ച് വിളിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിനകത്തുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞ് മാറ്റി ഇവരാരും നിർത്തിയിട്ടില്ല. എല്ലാവരുടെയും കൂടെ ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. അത് ബിനുവിന് എന്തെങ്കിലും തിന്മ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല. ബിനുവിന്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഒപ്പിച്ചോണ്ട് പോകാനുമല്ല. അവരവിടെ ചെല്ലുന്നത് അവർക്ക് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ അവരവിടെ ചെന്നു. ബിനു പ്രാർത്ഥിച്ചു വിട്ടു. വീണ ജോർജ് തോറ്റുപോയി. അത് കണ്ടില്ലേ നിങ്ങളാരും? അപ്പൊ വീണ ജോർജ് തോറ്റുപോയി. വീണ ജോർജ് വീട്ടിയിരിക്കുകയാണ്. അപ്പൊ ബിനു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ജയിച്ചു പോകത്തൊന്നുമില്ല. ആൾക്കാർ വോട്ടിട്ടാലേ ജയിക്കത്തുള്ളൂ. അക്കാര്യമെല്ലാം മനസ്സിലായതാണല്ലോ. ഗണേഷ് കുമാറിന് വേണ്ടി ടിനു ജോർജ് പ്രാർത്ഥിച്ചില്ലേ? ജയിച്ചോ? തോറ്റുപോയി. അപ്പൊ അതൊന്നും വലിയ കഥയുള്ള കാര്യമല്ല. അപ്പൊ അടുത്തൊരു പ്രത്യേകത കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിലാണ് ബിനു നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ പറയാനൊന്നും എനിക്കറിയില്ല. കാരണം 4 കൊല്ലമായി ബിനു അവിടെ സ്ഥലം മേടിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 കൊല്ലവും ഇവിടെ ഭരണം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? എന്നിട്ട് ഒരു പെർമിഷൻ ആലയം പണിയാൻ അവർ കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിലൊന്നും അല്ല അവർ കഴിയുന്നത്. അപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റുകാരെ ഇളക്കി വിടാൻ വേണ്ടി ഇവര് നടത്തുന്ന ഒരു ഗൂഢതന്ത്രമാണ്. ആരെങ്കിലുമൊക്കെ ഇളക്കി വിട്ട് ജനത്തെ ബിജെപിക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് ക്ലിക്ക് ആവില്ല എന്ന് മനസ്സിലായി. അടുത്ത് ഇളക്കി വിടാനുള്ള ശ്രമം ഹിന്ദുക്കളെ ഇളക്കി വിടാൻ ശ്രമം നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഏതോ ദൈവത്തിനെതിരെ അയാൾ സംസാരിച്ചു, ദൈവത്തെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാര് അടിച്ചിറക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും കേരളത്തിലെ ആൾക്കാരെ ഈ സഭ പൂട്ടിക്കാൻ വേണ്ടി ഇളക്കി വിടുക. അത് BJP ഇളക്കി വിട്ടു നോക്കി, നടന്നില്ല. അവിടുത്തെ ആക്ഷൻ കൗൺസില് ആ ആക്ഷനിലും നടന്നില്ല. ഇനി ലോകത്തെമ്പാടുമുള്ള നാട്ടിലെമ്പാടുമുള്ള BJPക്കാരെ ഇളക്കി വിടാനുള്ള ശ്രമം നടത്തുന്നു, നടക്കുന്നില്ല. ഹൈന്ദവരെ ഇളക്കി വിടാനുള്ള ശ്രമം നടത്തുന്നു, നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ജനം പ്രബുദ്ധരായ ജനമാണ്. അവർ ബുദ്ധിയോടുകൂടി കാര്യം ചിന്തിക്കും. എന്തിനാണ് ഇത്തരത്തിലൊരാളെ എല്ലാവരും കൂടി ചേർന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കേരളത്തിലാർക്ക്, വടക്കേന്ത്യയിലാണ് തലയ്ക്ക് മുഴുവൻ ചാണകം എന്ന് പറയുന്നത്. അവരെ നിങ്ങൾ എങ്ങനെ ഇളക്കിയാലും അങ്ങനെ ട്യൂൺ ചെയ്യാൻ പറ്റും. കണ്ടിട്ടില്ലേ നിങ്ങൾ ദൈവമക്കളുടെ വാഹനങ്ങൾ കത്തിക്കുന്നത്? ഗ്രഹാം സ്റ്റീൻസിനെയും 2 പിള്ളേരെയും ജീപ്പിനകത്തിട്ട് കത്തിച്ച് കളഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? അതാണ് നോർത്ത് ഇന്ത്യയുടെ പ്രത്യേകത. കേരളത്തിൽ ഇത് നടക്കില്ല സുഹൃത്തെ. കാരണം കേരളത്തിൽ തലയ്ക്കകത്ത് വെളിവുള്ളവരാണ് അധികം പേരും. അത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് ബിനുവിനെ ഇവിടെ നിന്ന് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാർഗറ്റ്. അതിന് SFIക്കാരെ ഇളക്കാൻ വേണ്ടിയുള്ള ശ്രമം ജനം TV കിണഞ്ഞു വരെ ശ്രമിക്കുന്നുണ്ട്. SFIക്കാരും ബിനുവിന് വിടുപണി ചെയ്യുന്നു. അനിൽ നമ്പ്യാർ പറയാണ്, എനിക്ക് ചിരി തോന്നും, സഹതാപം തോന്നുകയാണ്. അനിൽ നമ്പ്യാരെ പോലുള്ള ഒരു പത്രപ്രവർത്തകനൊക്കെ ഇത്രയും മോശമായ നിലയിൽ ഇടപെടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഖേദം തോന്നി. പിന്നെ പുള്ളി 2 കൈ കൊടുത്ത് സംസാരിച്ചപ്പോൾ കയ്യിൽ കുറെ നൂല് കെട്ടിയിരിക്കുന്ന കണ്ടു. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഈ പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ പുറകിൽ ഇതാണ് ബലം. കാരണം പുള്ളി രക്ഷയ്ക്ക് വേണ്ടി ഇത്രയും സാധനം, രക്ഷാബന്ധനങ്ങളൊക്കെ ബന്ധിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്നും പുള്ളി നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണെങ്കിലും പുള്ളിയുടെ ആത്മീക കാഴ്ചപ്പാട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പോൾ മറുനാടൻ കഴിഞ്ഞാൽ അടുത്ത ടിവിക്കാരൻ ഈ ജനം ടിവിയാണ്. ജനം TV ഭയങ്കര ഗംഭീര ചർച്ചയാണ്. 4 പേര് ഇരിപ്പുണ്ട്, എനിക്ക് എല്ലാവരെയും അറിയത്തില്ല. അതിൽ അനിൽ നമ്പ്യാർ ഭയങ്കര ഉഷാറോടുകൂടി സംസാരിക്കുന്നത് ഇയാൾ ഏതാണ്ട് വലിയ കാര്യം മോശം പ്രവൃത്തി ചെയ്യുന്നതാണ്. എന്താണ് മോശം പ്രവൃത്തി എന്ന് എനിക്കറിയില്ല. ഒരു കുട്ടി അകത്തിട്ട് മർദ്ദിച്ചതാണ് ഇവർ പറയുന്ന മോശം പ്രവൃത്തി. അതായിക്കോട്ടെ, അതിന്റെ കേസിന്റെ വഴിക്ക് പോവുകയാണ്. അതിനി അനിൽ നമ്പ്യാര് അതിന്റെ പുറകെ തൂങ്ങിപ്പോകുന്നതിൽ അർത്ഥമില്ല. പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഇയാൾക്ക് തീരെ പൈസ ഇല്ലായിരുന്നു, പൈസ ഉണ്ടായി. അടുത്ത സമാധാനത്തോടെ പറഞ്ഞത് FCRA വന്നതൊരു സമാധാനമായി. FCRAയിലൂടെ അല്ല പൈസ വരുന്നതെങ്കിലോ?
കേരളത്തിൽ നിന്ന് തന്നെയാണ് ബിനുവിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമ്പത്ത് വരുന്നതെങ്കിലോ നിങ്ങൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യും? സുഹൃത്തെ, FCRA കൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ജീവിക്കുന്നത് എന്നൊന്നും നിങ്ങൾ കരുതരുത്. വിദേശ ബണ്ട് കൊണ്ടാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നവരാ. ഒരു നയാ പൈസയും എനിക്ക് ഇന്ന് വരെ FCRA നിന്നൊന്നും വന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെ പ്രസംഗിക്കുന്നവരാ. ഞങ്ങളൊക്കെ ഇവിടെ ദൈവമക്കളായി ജീവിക്കുന്നവരാ. അതുകൊണ്ട് FCRA ബ്ലോക്ക് ചെയ്തത് ഏറ്റവും നല്ലത്. കാരണം ഇവിടെ കുറെ ക്രൈസ്തവരെങ്കിലും മിണ്ടാതെ പൈസ ഉണ്ട്. KP യോഹന്നാനെ പോലെ പണം പമ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ബ്ലോക്ക് ചെയ്യണം. നല്ല കാര്യം, അതൊക്കെ ചെയ്തോളൂ. ഇവിടെ ആർക്കാ കുഴപ്പം? അടുത്ത് ഇവിടെ കുറെ ഇസ്ലാമിക സുഹൃത്തുക്കൾ ഫണ്ട് ഇറക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നിർത്തലാക്കൂ. നല്ല കാര്യമാണ്. അതൊക്കെ മോശമൊന്നുമല്ല. അതൊക്കെ മോഡി ചെയ്ത നല്ല കാര്യമാണ്. അതുകൊണ്ട് FCRA നിയന്ത്രണമൊക്കെ വന്നോട്ടെ. അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല. പിന്നെ അടുത്ത് പറയുന്ന ഇവിടെ മതപരിവർത്തനം നടത്തുന്നു. അത് നടത്തും കേട്ടോ. അത് ഞങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അറിയില്ലാത്തോണ്ടാ. ഇപ്പോ ബിനു നടത്തുന്ന ഒരു മീറ്റിംഗിന്റെ വീഡിയോ വേറൊരു ചാനലുകാരൻ കാണിക്കുന്നത് അറിയാം. അപ്പൊ അയാൾ കാണിച്ചും പറയാണ് ഇതൊക്കെ ബിനുവിന്റെ ഉടായിപ്പുകളാണ്. ആയിക്കോട്ടെ, ബിനു ഒരു ഫാമിലിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോ പറയുകയാണ് നിങ്ങളെ കുടുംബത്തെ തകർത്തിരിക്കുന്നത് ഇന്ന ശക്തിയാണ്. ഒരു ശക്തിയുടെ പേര് പറയുകയാണ്. ആ ശക്തിയെ നാട്ടുകാർ ദൈവം എന്ന് വിളിച്ച് ആരാധിക്കുന്നു. നമ്മൾ അതിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല. അതിനെ നശിപ്പിക്കുന്ന ശക്തിയായിട്ടാണ് കാണുന്നത്. ഏതായാലും ബിനുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഫാമിലി, ബിനു അവരുടെ വീട്ടിൽ ചെന്ന് പോത്തിനെ വണ്ടി കയറ്റുന്ന പോലെ വലിച്ചു വണ്ടി കയറ്റി അടച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതൊന്നുമല്ല. അപ്പൊ ജനം TV ആ വീഡിയോ കാണിച്ചിട്ട് പറയാണ് കണ്ടോ ആൾക്കാരെ മതപരിവർത്തനം ചെയ്തത് കണ്ടോ, FCRA അക്കൗണ്ട് ഉപയോഗിച്ച് മതപരിവർത്തനം. നിങ്ങൾക്കൊന്നും നാണമില്ലേ? നിങ്ങൾക്ക് മലയാളികളാണോ അതോ തലക്കകത്ത് എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻസിനെ പോലെ പ്രയാസം നിങ്ങൾക്കുണ്ടോ? എന്താ ഇതിന്റെ പുറകിൽ ചെയ്ത വികാരം? ആ ആൾക്കാര് അവരായിട്ട് തന്നെ ബിനുവിന്റെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ചെന്നപ്പോ ബിനു പ്രാർത്ഥിച്ചപ്പോ ബിനുവിന് മനസ്സിലായി അവരുടെ മേലുള്ള ഒരു ശക്തിയുണ്ട്, അവരെ നശിപ്പിക്കുന്ന ശക്തി. അത് തെളിച്ചങ്ങ് പറഞ്ഞു കൊടുത്തു. അത് ബിനുവിന്റെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ പുറത്തു പോകാൻ പാടില്ല. അത് ശരിക്കും തെളിച്ചു പറയും. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ പരിശോധിച്ചിട്ട് നമ്മളെ സ്കാൻ ചെയ്യും, എക്സ്റേ എടുക്കും, MRI എടുക്കും, ഓരോന്നിടത്ത് നമ്മുടെ ശരീരത്തിലെ കേട് കണ്ടുപിടിക്കും. ചിലപ്പോൾ മുഴ ആയിരിക്കും ഇരിക്കുന്നത്. അവർ നമുക്ക് റിപ്പോർട്ട് കാണിച്ചിട്ട് ഒരു മുഴ ഇരിപ്പുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം അല്ലെ? നമ്മളവിടെ ഹോസ്പിറ്റൽ അടിച്ചു വിളിക്കാൻ നിൽക്കുമോ? ഇല്ല. രോഗി ചെന്ന് മര്യാദയ്ക്ക് കിടന്നു കൊടുക്കും. എന്നിട്ട് ആ മുഴ എടുത്ത് മാറ്റും. എന്നിട്ട് റിലീസായി സുഖമായി വീട്ടിൽ പോകും. മനസ്സിലാവും? ഇതാ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു തകർന്നു പോയൊരു കുടുംബം അവിടെ വന്നപ്പോൾ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ് ഇന്നതാ പ്രശ്നം, ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഇതൊക്കെ ഇന്നതാ പ്രശ്നം, അതുകൊണ്ട് ആ സാധനം മാറിയാൽ സംഭവം ശരിയാവും. അപ്പൊ എന്തൊക്കെ അവിടെ ചെയ്യേണ്ടത്? ഒന്ന്, ആ സാധനത്തോട് ആ ശക്തിയോട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യം അവർ എതിർത്ത് പറയണം, തള്ളിപ്പറയണം. രണ്ട്, ഒരൊറ്റ ശാസന യേശുവിന്റെ നാമത്തിൽ ശാസിച്ചാൽ അവരെ തകർത്തുകൊണ്ട് അവരെ നശിപ്പിച്ചുകൊണ്ട് അവരെ ശരീരത്തിൽ ഇരുന്ന ആ ശക്തി ശരീരം വിട്ടുപോയാൽ ആ വ്യക്തി ഫ്രീ ആവും, സ്വതന്ത്രമാവും. അതുവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ ചീത്ത പറയാതാകും. അതുവരെ ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്ന മനുഷ്യൻ ആത്മഹത്യ വേണ്ടാന്നാവും. അതുവരെ മദ്യപിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ അത് വേണ്ടാന്നാകും. അതുവരെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണാൻ പറ്റില്ലാതെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നവർ ആ പ്രശ്നങ്ങളെല്ലാം മാറും. അവർ ദൈവമക്കളായി മാറും. പിന്നെ എങ്ങനെ അവർ ആ ചർച്ച വിട്ടു പോകും? അവരാ ചർച്ചിലെ മെമ്പറാവും. അപ്പൊ അവരുടെ മേലുണ്ടായിരുന്ന ശക്തി ചിലപ്പോൾ അവരുടെ കയ്യിൽ നൂല് കെട്ടിയിട്ടുണ്ടായിരുന്നിരിക്കാം. ആ ശക്തി അവർ അങ്ങനെ ആവാഹിച്ച് കെട്ടിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ജനം ടിവിയിൽ ഇരുന്ന് സംസാരിക്കുന്ന മിടുക്കന്മാരുടെ കയ്യിലും കെട്ടിയിരിക്കുന്നത് കണ്ടു. അപ്പൊ എവിടെന്നെങ്കിലും ആവാഹിച്ച ഒരു ശക്തി കെട്ടിയിരിക്കുന്നതാണല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്ന ഒരു ശക്തി നിങ്ങൾ കെട്ടിവെച്ചിരിക്കുക. അതിൽ നിൽക്കാതെ വരുമ്പോൾ നിങ്ങൾ അടുത്തതിനെ കൊണ്ട് കെട്ടും. ഇങ്ങനെ നിങ്ങൾ 4 എണ്ണം കെട്ടുമ്പോൾ കൈയും ഇളിയും കാലും എല്ലാം മൊത്തം നൂല് കൊണ്ട് നിങ്ങൾ ബന്ധിച്ചു നിർത്തും. എന്നിട്ടും നിങ്ങൾക്ക് രക്ഷയില്ലാത്തൊരു അന്തരീക്ഷം വരുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും. പിന്നെ നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങൾ പോകും. എങ്ങും നടക്കാതെ വരുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയും പെന്തക്കോസ് പള്ളിയിൽ പോയാൽ സുഖാവുമെന്ന്. ഞങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾ മൊത്തം നൂല് കെട്ടിയിരിക്കുകയാണ്. ഏലസും കൈ കെട്ടാന്നുള്ള എല്ലാ സാധനവും നിങ്ങൾ മേല് മൊത്തം കെട്ടിയിരിക്കുക. ഞങ്ങളുടെ അടുക്ക വരുമ്പോൾ ഞങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാതെ തന്നെ ഈ സാധനം കണ്ടാൽ മനസ്സിലാവും ഇത്രയും സാധനം നിങ്ങളുടെ മേലിൽ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് സമാധാനം തരാത്തത്. നമ്മൾ ഈ സാധനം വെട്ടിയും കളഞ്ഞേക്കാൻ പറയും. നിങ്ങളിത് വെട്ടിക്കളഞ്ഞിട്ട് ഇതിനെ നിങ്ങൾ ആവാഹിച്ച് അകത്ത് കയറ്റിയിട്ടുണ്ട്. ആ സാധനത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ശാസിക്കുമ്പോൾ ആ സാധനം വിട്ടു, നിങ്ങൾ ഫ്രീ ആവും. ഇനി അതിന്റെ പ്രതിമകളോ സാധനങ്ങളോ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയേണ്ടി വരും. കാരണം അതവിടെ ഇരിക്കുന്നിടത്തോളം അത് അവകാശമാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അകത്തൊരു മുഴ ഇരിപ്പുണ്ട്. നിങ്ങൾ പറയോ മുഴ അവിടെ ഇരിക്കട്ടെ, അതെടുക്കണ്ട, നിങ്ങൾ ഗുളിക തന്നാൽ മതി എന്ന് പറയോ? ഒരു ഡോക്ടറും ചെയ്യുകയല്ല. ആദ്യം ആ മുഴ എടുത്ത് കളയണം. അതുപോലെ നിങ്ങളുടെ വീടിനകത്ത്
ഈവിൾ ശക്തികൾക്ക് ഇരിക്കാൻ അവകാശം പറയാൻ സാധ്യതയുള്ള എന്തെങ്കിലും സാധനം ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എടുത്ത് കളയിക്കും. കളഞ്ഞ് നിങ്ങളെ മുക്തരാക്കി റെഡിയാക്കും. എന്നിട്ട് ഞങ്ങളൊക്കെ നൂലും ഒന്നുമില്ല നടക്കുന്നുണ്ടോ? ഒരു ശക്തിയും ഞങ്ങളെ തൊടാതെ നടക്കുന്നുണ്ടോ? സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ച് ഞങ്ങൾ നടക്കുന്നുണ്ടോ? ഇതിലേക്ക് അവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം മാത്രമല്ല, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞങ്ങൾ കുറച്ചു കാലം കൂടെ ജീവിക്കത്തുള്ളൂ. ഇവിടം വിട്ട് ഞങ്ങൾ പോകും. അങ്ങനെ പോകാനുള്ള ഒരു നിത്യതയ്ക്ക് വേണ്ടി കൂടി ഞങ്ങൾ ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ പണിയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരു പണിയല്ല ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. കാര്യം മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ രസകരമായ മറ്റൊരു സംഭവം, I2I-കാരൻ സുനിൽ പറയുകയാണ്, പോക്സോ കേസിൽ ബിനു അകത്താകുമെന്ന് ഭയന്നിട്ട് പെട്ടെന്ന് കേസിനെ ട്വിസ്റ്റ് ചെയ്തു, ആരാധന മുടക്കി എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു എന്ന് പറയുകയാണ്. എന്റെ ചോദ്യം, ആ കൊച്ചു പയ്യനെ അവരുടെ സ്ഥാപനത്തിനകത്ത് ആരോ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ബിനു എന്തിനാ പോക്സോ കേസിലകത്ത് തന്നെ? അപ്പൊ ഇതൊക്കെ ഇവരുടെ ആർട്ടിക്കുലേഷൻ ആണ്. അടുത്ത് I2I-കാരൻ പരസ്യം കൊടുത്തിട്ടിരിക്കുകയാണ്, ബിനുവിനാൽ നശിച്ചു പോയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കാം. ആൾക്കാർ വിളിക്കും. ആൾക്കാർ വിളിച്ച് എന്നെ പീഡിപ്പിച്ചു, എന്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? എനിക്ക് അത്തരത്തിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ ബിനു പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വത്ത് കവരുകയോ നിങ്ങളുടെ പൈസ മോഷ്ടിക്കുകയോ നിങ്ങളെ ശാരീരികമായി പീഡിപ്പിക്കുകയോ നിങ്ങളെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിളിക്കാനും പറയാനും സംസാരിക്കാനും ഉള്ളത് മഞ്ഞപ്പത്രക്കാരന്മാരല്ല. നിങ്ങൾ നേരെ കോടതിക്ക് പോവുക, നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക. ആർജവത്വമുള്ള ഒരു ആഭ്യന്തരമന്ത്രി നമുക്കുണ്ട്, നല്ല നട്ടലുറപ്പുള്ള ഒരു CM നമുക്കിപ്പോ ഇവിടെ ഉണ്ട്, നല്ല കോടതി നമുക്കിവിടെ ഉണ്ട്. മഞ്ഞപ്പത്രക്കാരെ വിളിച്ച് നിങ്ങൾ അവന്മാരെ പുറകെ നടക്കുകയല്ല വേണ്ടത്. നിങ്ങൾ നേരെ കോടതിക്ക് പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക. ആരും നിങ്ങളൊന്നും ചെയ്യില്ല. ബിനു നിങ്ങളെ തടഞ്ഞു വെക്കില്ല. അതുകൊണ്ട് ബിനു നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിയമവാഴ്ച നിലനിൽക്കുന്ന സ്ഥലമാണ്. അവരുടെ പുറകെ നിങ്ങൾ പോവുക. നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങളെ അവൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാരാഗ്രഹത്തിനകത്താകും. നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്നതിൽ സംശയം വേണ്ട. മഞ്ഞപ്പത്രക്കാരനെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു കൊടുത്തുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. എനിക്കെതിരെ 5ലധികം വീഡിയോ ഈ മഞ്ഞപ്പത്രക്കാരൻ ചെയ്തു. ഞാൻ ആരുടെയോ 5 കോടി രൂപ കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ് ഇവൻ ചെയ്തത്. ഇന്ന് വരെ ഞാനതിനെ ചലഞ്ച് ചെയ്യുകയാണ്. അന്ന് ആ കേസുമായി വന്നയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം, നിങ്ങൾക്ക് കോടതിയിൽ പോകാം. 5 കോടി രൂപ ആരിൽ നിന്നെങ്കിലും ഞാൻ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മേടിച്ചെടുക്കാം. ഇതൊക്കെ ഈ മഞ്ഞപ്പത്രക്കാരന്മാർ ഇവിടെ കിടന്ന് വളവളവളവള പറയുന്നതല്ലാതെ യാതൊരുവിധ ഗുണവുമുള്ള കാര്യമല്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ബിനുവിനെതിരെ കൃത്യമായ അലിഗേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം. അതിൽ നിങ്ങൾ പുറകിലോട്ട് മാറുകയൊന്നും വേണ്ട. ബിനുവിന്റെ ഒരു ഡ്രൈവർ അയാളെ കുറച്ച് വെളിപ്പെടുത്തലുകൾ പറയുന്നത് കണ്ടു. ബിനു എവിടെയോ വീടിൽ പോയെന്നോ അവിടെ പിടിച്ചു കെട്ടിവെച്ചെന്നോ അതിന്റെ വീഡിയോ ഇയാളുടെ കയ്യിൽ ഇരിക്കുന്നുവെന്നോ അയാളുടെ കയ്യിൽ ആ വീഡിയോ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നോ ഇയാളെ പോക്സോ കേസിൽ അകത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ പോക്സോ കേസിൽ അയാൾ അകത്താക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്കും പോകാൻ ഇവിടെ കോടതിയുണ്ട്. അയാൾ പറയുന്നു, ഞാൻ പോകാതിരുന്നത് എനിക്ക് അതിന്റെ പുറകെ നടക്കാൻ നേരമില്ല. പിന്നെ എന്ത് പണിയായി പുള്ളിക്കുള്ളത്? അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ, അയാളെ തെറ്റായി ജയിലിനകത്താക്കാൻ ശ്രമിച്ചെങ്കിൽ അയാൾ കൃത്യമായും സ്റ്റേഷനിൽ പോകണം. സ്റ്റേഷൻ ഇല്ല ഇവിടെ. അയാൾ കോടതി പോകണം. അയാൾ പറഞ്ഞു ഗൾഫിൽ പോകണമായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേപ്പറൊക്കെ ശരിയാവൂലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഇപ്പൊ ഗൾഫിലൊന്നും അല്ലല്ലോ, നാട്ടിലുണ്ടല്ലോ. യു ഗോ ടു ദ കോർട്ട്. എന്തിനാ ഈ ആവശ്യമില്ലാതൊക്കെ പറഞ്ഞു നടക്കുന്നേ? നേരെ കോടതി പോകൂ. ഇയാളെ ഇറങ്ങി നടക്കാൻ സമ്മതിക്കണ്ട, ഇയാൾ ജയിലിലാവട്ടെ. നമ്മൾ അറിയേണ്ടത്, അയാൾ അവിടെ കുറച്ചധികം പേരെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അവിടെ ദൈവസഭ നടത്തുന്നു. 3000-ലധികം പിള്ളേർക്ക് പഠന സഹായം ചെയ്യുന്നു. ചിലപ്പോൾ 5-6 ബുക്കും കൊടയും പിന്നെ ബാഗും ഒക്കെ ആയിരിക്കും. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, നമ്മൾ എത്ര പേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്? ഒരു കുട്ടിക്ക് പോലും 2 ബുക്ക് മേടിച്ചു കൊടുക്കാത്തവൻ റോഡിൽ കിടന്ന് ഓളം വെക്കുക. നിനക്കൊക്കെ സുഖമുണ്ടോ? നീയൊക്കെ എവിടെന്നാ വരുന്നേ? 3000 പിള്ളേർക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ അതൊരു വലിയ ആശ്വാസമല്ലേ? 3000 പിള്ളേർക്ക് കാശുണ്ടാക്കുമ്പോൾ അവിടെ ഒരുത്തൻ പറയുന്നിട്ട് 30,000 പേർക്കുള്ളത് അവൻ വരുത്തും. ആയിക്കോട്ടെ, 30,000 പേർക്കുള്ളവർക്ക് വരുത്തിയിട്ട് 25,000 പേരുടേത് ബിനു വിഴുങ്ങിയിട്ട് 3,000 പേർക്ക് കൊടുക്കുന്നില്ലേ? നീ ഒരുത്തന്റെ വരുത്തുന്നില്ല, ഒരുത്തനെ സപ്പോർട്ടും ചെയ്യുന്നില്ല. നീ എന്തായി പറഞ്ഞു നടക്കുന്നേ? ഈ പറയുന്ന കാര്യത്തിനൊക്കെ ഒരുവിധം ലോജിക് വേണം. ഇതാ പറഞ്ഞേ, ഇത് നോർത്ത് ഇന്ത്യയിലെ പഴുക്കൂ. ഇവിടെ ഇതൊന്നും പഴുക്കുകയല്ല. ഇനി ഇതിലെ രസകരമായ കാര്യം, ഇവർക്കൊക്കെ പൂട്ടിപ്പോകേണ്ടത് എലോഹീം ഗ്ലോബൽ സെന്ററോ അവരുടെ ആരാധനാലയമാണ് പൂട്ടിപ്പോവേണ്ടത്.
കാരണം ആരാധനാലയം അവിടെ ഇരിക്കുന്നത് ആ ദേശത്തിൽ ആർക്കോ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ബിനു അവിടെ നിൽക്കുന്നത്, അവിടെ ഏതെങ്കിലും ദൈവത്തിന് പ്രയാസമാണെങ്കിൽ അവിടെ പ്രയാസപ്പെട്ടിരിക്കുന്ന ദൈവത്തെക്കാൾ ശക്തനാണ് ബിനു എന്ന് വരില്ലേ? നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുമ്പോൾ ചിന്തിക്കുന്നവൻ കാര്യങ്ങൾ ചിന്തിച്ചാൽ അവര് നിങ്ങളീ പറയുന്ന ഇരിക്കാൻ മേലാതെ ശ്വാസം മുട്ടിയിരിക്കുന്നത് നിങ്ങൾ ആർക്കു വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്? ആ ദൈവത്തെ വിട്ടിട്ട് ആൾക്കാർ ബിനുവിന്റെ പുറകെ പോവില്ലേ? അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ഒരു ടെലിവിഷനില് ആരിൽ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അവന്മാര് പറയുന്നത് കേട്ടു, അത് രസകരമായ സംഭവ പറയുകയാണ്, ബിനു പബ്ലിക് ന്യൂയിസൻസ് ആണ്, പൊതുശല്യമാണ്. ഞാൻ ചിന്തിച്ചു, ഇയാൾ ചിലപ്പോ റോഡിൽ ഇറങ്ങി നിന്ന് പെമ്പിള്ളാരെയൊക്കെ കമന്റ് അടിക്കുമോ എന്നെനിക്കറിയില്ല. അതോ വഴിയെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം ഇയാള് ശാരീരിക പീഡനം നടത്തുന്നുണ്ടോ? അതോ ഇയാള് രാത്രി കാലങ്ങളിൽ അവിടെ നിന്ന് പിടിച്ചുപറി നടത്തുന്നുണ്ടോ? അതോ മദ്യപിച്ച് മുണ്ടില്ലാതെ ഓമല്ലു ജംഗ്ഷനിൽ കിടക്കുന്നുണ്ടോ? എന്താ ഇയാൾ അവിടുത്തെ പബ്ലിക് നോയിസൻസ്? പറയാൻ ആംബിയറുള്ളവൻ ഇറങ്ങി പറയടോ. വെറുതെ എവിടെയെങ്കിലും ലൈം ലൈറ്റിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അയാൾ പൊതുശല്യമാണ്. ആർക്ക് ശല്യം എന്ന് പറ? അയാൾ വരട്ടെ, ആ ശല്യം എന്ന് പറഞ്ഞ ആൾ വരട്ടെ. നിങ്ങൾ അറിയണം, ബൈബിളിൽ രസകരമായ ചില സംഭവങ്ങളുണ്ട്. ഇതിലൊന്ന്, ഗിദയോൻ ഒരിക്കൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ ദൈവത്തിന്റെ പൂജാഗിരികളെ ഒക്കെ അടിച്ച് തകർത്ത് കളഞ്ഞു. രാത്രിയിൽ ആ പുള്ളി ഇത് ചെയ്തത് എല്ലാം അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പുള്ളി ഉറങ്ങാൻ പോയി. രാവിലെ നാട്ടുകാർ വന്ന് നോക്കിയപ്പോ പൂജാഗിരി കാണാനില്ല, അടിച്ച് തകർത്തിരിക്കുക. ഇവർ പറഞ്ഞു, ഗിദയോൻ അല്ലാതെ ഒരുത്തിന് ഇത് ചെയ്യുകയല്ല. എല്ലാവരും കൂടി ഗിദയോന്റെ വീട്ടിൽ പോയി. ഗിദയോന്റെ വീട്ടിൽ പോയപ്പോ ഗിദയോന്റെ അപ്പൻ അവിടെ നിൽപ്പുണ്ട്. പുള്ളി നിൽക്കുക. പുള്ളി എന്ന് പറഞ്ഞോ, ഗിദയോനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേ, ഞങ്ങളുടെ പൂജാഗിരികൾ അവൻ അടിച്ച് തകർത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് അവനെ കയ്യേറ്റം ചെയ്യണം. അപ്പോഴത്തേക്ക് ഗിദയോന്റെ അപ്പം ബുദ്ധിശാലിയാ. പുള്ളി പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇവിടെ കിടന്ന് ശല്യം ചെയ്യാതെ നിങ്ങളെ ദൈവത്തെ പറഞ്ഞു വിട്. ആ പുള്ളി ഇനി വരട്ടെ, പുള്ളി വരുമ്പോ നമുക്ക് പ്രശ്നം സെറ്റിൽ ചെയ്യാം. പിന്നെ ആരും മിണ്ടാതെ പോയി. കാര്യം എന്തുവാ? കാര്യം അവർക്ക് ബോധ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും ബോധ്യപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു സംഭവം കൂടി പറയാം. ഇത് പുതിയ നിയമത്തിലെ സംഭവമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ കാര്യമാണ് കേട്ടോ. ഇതെല്ലാം ചരിത്ര സംഭവങ്ങളെ പറയുന്നത്. ഇതൊക്കെ അടങ്ങിയ ബൈബിളാണ് ഞങ്ങൾ കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബൈബിളും കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് പിപ്പിരി ഇളകുന്നതിന് കാരണം ഇതുപോലെ ചില ഉറുമ്പ് സാധനങ്ങൾ അകത്തിരുന്ന് നിങ്ങളെ വെപ്രാളം പിടിപ്പിക്കുന്ന. കാരണം ഇവന്മാർ ഈ ബൈബിളും കൊണ്ട് ഇതിലേ പോയാൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അത്തരത്തിൽ വെപ്രാളം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞങ്ങളെല്ലാം പിടിച്ച് ജയിലിലിട്ടാലും ഇവിടെ ദൈവപ്രവൃത്തി നടക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളൊക്കെ കൊന്നുകളയും. നിങ്ങൾ ഞങ്ങളെയൊക്കെ അടിക്കും. ഒറ്റയടിക്ക് ഞാനൊക്കെ ചത്തു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ കൊന്നെന്ന് പറഞ്ഞാൽ 10 ജോബി ഹാൽ ഇവിടെ എഴുന്നേൽക്കും. എന്നെ പിടിച്ച് ജയിലിലിട്ടെന്ന് പറഞ്ഞാൽ 25 എഴുന്നേൽക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ എന്തിനാ ഞങ്ങളെയൊക്കെ പോലും ഞാഞ്ഞൂലികളെ പേടിക്കുന്നത്? ഞങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ ഏതെങ്കിലും ശക്തികൾ ദേശത്തിൽ ഇരിക്കുന്നില്ലെങ്കിൽ ആ ശക്തികളല്ലേ അശക്തർ. അതിന് ഞങ്ങളെ അടിച്ചുകൊല്ല നിങ്ങൾ എന്നിട്ട് എന്താണ് കാര്യം? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം നമ്മുടെ പൗലോസിന്റെ കേസാ. പൗലോസും ശീലാസും ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ദർശനമൊക്കെ പറയുന്ന ഒരു പെണ്ണുമ്പിള്ള, ഒരു പെങ്കൊച്ച അവിടെ ആൾക്കാർ കൊണ്ട് നടക്കുക. കൊണ്ടിങ്ങനെ നടക്കുമ്പോ പൗലോസിനെ കണ്ടപ്പോ അവർ പറഞ്ഞു, ഇവൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ദൂത് പറഞ്ഞു. പൗലോസ് തിരിഞ്ഞു നോക്കി അവളുടെ മേലുള്ള ഭൂതത്തിനെ അങ്ങ് ശാസിച്ചു. എന്ന് പറഞ്ഞാൽ അവൾ ഭാവി പറയുന്നത്, വെളിപ്പാട് പറയുന്നത് ഒരു പിശാച് ഇരുന്നിട്ടാ. പൗലോസ് അവളുടെ പിശാചിനെ അങ്ങ് ശാസിച്ചു. ഇവളുടെ പിശാച് അങ്ങ് പോയി. അടുത്തെന്താ സംഭവിച്ചെന്നറിയാവോ? അവളുടെ പിശാച് പോയാൽ പിന്നെ ഇവളെ കൊണ്ട് അവർക്ക് ഗുണമില്ലല്ലോ. കാരണം പിശാച് അവളുടെ അകത്തിരുന്നാലല്ലേ ഇവള് വെളിപ്പാട് പറയുള്ളൂ, വെളിച്ചപ്പാടം പറയുള്ളൂ, ആൾക്കാരെ കുറിച്ച് അവരുടെ ഭാവിയൊക്കെ പറയുള്ളൂ. എങ്കിലല്ലേ അവന്മാർക്ക് പൈസ കിട്ടുള്ളൂ. നമ്മൾ നാട്ടിൽ തത്തയൊക്കെ കൊണ്ട് നടക്കുന്ന പോലെ തത്ത ഇറങ്ങി ചീട്ടെടുക്കുന്നു, ഈ ചീട്ട് നോക്കി വായിച്ചിട്ട് പൈസ വാങ്ങിക്കുന്നു, തത്തയ്ക്ക് 2 പയറിട്ട് കൊടുക്കുന്നു, ബാക്കി അവൻ കഴിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള പരിപാടി നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന നാട്ടിലെ പ്രമാണിമാർ, ഒരു പെങ്കൊച്ചിന്റെ മേൽ ഭൂതം ഇരുന്നിട്ട് ഈ ഭൂതം പറയുന്നത് ആൾക്കാരെ കേട്ടിട്ട് പൈസ കൊടുക്കും, ഈ പൈസ വാങ്ങിച്ച് ഇവര് പൊട്ടടിക്കും. ഇങ്ങനെ നടന്നിരുന്ന ഒരു കാലം. പൗലോസ് ചെന്ന് ഇവരുടെ ഭൂതത്തെ അങ്ങ് ശാസിച്ചപ്പോ ഇവർക്ക് പിന്നെ വെളിപ്പാട് പറയാനൊക്കത്തില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കൽ വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ടടിക്കാൻ കൽപ്പിച്ചു. ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന കലാപരിപാടി. ഇവിടെ എവിടെയോ ഏതോ സാധനം വിട്ടുപോയി.
അത് ബിനു അവിടെ ആരാധിക്കുന്നത് കൊണ്ടാണ് എന്ന ഒരു കേൾവി അവർക്കുണ്ടായി. അതുകൊണ്ട് ബിനുവിനെ നാട് കടത്തണം, ഇല്ലെങ്കിൽ ഈ ശക്തികൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇതുകൊണ്ടാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ബൈബിൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുക. മനസ്സിലായോ? അവർ പറഞ്ഞെന്തോ, ഇവർ വല്ലാത്ത കാര്യം പ്രസംഗിക്കുന്നു എന്നൊന്ന് പട്ടണത്തെ ഇളക്കി. ഇത് തന്നെയാണ് ഓമല്ലൂരിനെ ഇളക്കാൻ വേണ്ടി നാട്ടുകാർ ചെയ്യുന്ന പരിപാടി. എന്താ പരിപാടി? ഇവന് പൈസ ഇല്ലായിരുന്നു, ഇവന് പൈസ വന്നു. ഇവൻ വ്യഭിചാരം ചെയ്തു, ഇവൻ വ്യഭിചാരം ചെയ്തെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്ക്. ഇവിടെ കോടതി ഇവിടെ ഇല്ലേ? നീയൊക്കെ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രയാസമാണ്. എന്താ എന്റെ ബുദ്ധിമുട്ടെന്തുവാ? എന്ത് കാര്യത്തിനും, നിയമവിരുദ്ധമായി ചെയ്യുന്ന സകല കാര്യത്തിനും ഇവിടെ കോടതിയുണ്ട്. വേറെ ആരും ഇവിടെ കളിക്കാൻ നിൽക്കണ്ട. അതിന് നിങ്ങളെ സമ്മതിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രി അല്ല ഇവിടെ ഉള്ളത്. തൂഫാൻ നടത്തിയ ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. നല്ല 1ാം ക്ലാസ് മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ആർജവത്വത്തോടെ കൈകാര്യം ചെയ്യാൻ, കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആംബിയറുള്ള ആള്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ആരും നിയമമെടുത്ത് കളിക്കാൻ ശ്രമിക്കേണ്ട. അകത്തായി പോകും എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ജനം ടി വിക്കാരൻ ഇരുന്നുകൊണ്ട് ജനത്തെ ഇളക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനാണോ ഇതൊക്കെ? എന്തിനാ ഈ പണിയൊക്കെ? ജനത്തെ ഇളക്കിയത് കൊണ്ടൊന്നും ഒന്നും നടക്കില്ല. കേരളത്തിലെ ജനം ഇളകില്ല. കേരളത്തിലെ ജനം സുബോധമുള്ളവരാണ്. ഇക്കാര്യം തിരിച്ചറിയണം, അല്ലേ? നിങ്ങളിൽ ആരെങ്കിലും സ്വർണം കെട്ടത് കൊണ്ട് ഇനി ആര് ശബരിമല പോണ്ടെന്ന് പറഞ്ഞ് അവിടെ നിങ്ങൾ ബഹളം വെച്ചോ? ഇല്ലല്ലോ. അതൊക്കെ കൂടെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ സമ്മതിക്കാമായിരുന്നു. സ്വർണം കെട്ടവരെ കെട്ടു, അതിന്റെ കേസ് അതിന്റെ വഴിക്ക് പോയി, ഭരണം താഴെ തള്ളിയിട്ടു, മുറ പോലെ കാര്യങ്ങൾ നടന്നു പോവുകയാണ്. സ്വർണം തിരിച്ചു വരുമായിരിക്കും, എനിക്കറിയില്ല. അതൊക്കെ അതിന്റെ വഴിക്ക്. അതുകൊണ്ട് സ്വർണം കെട്ടത് കൊണ്ട് ഇനി ആരും ശബരിമലയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഓളം വെച്ചില്ലല്ലോ. അതുകൊണ്ട് സമാധാനപ്പെട്ട് ചെറിയ കഞ്ഞിയും കുടിച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കൂ. ബാക്കിയെല്ലാം അതിന്റെ വഴിക്ക് നടക്കും. ബിനു അവിടെ എന്തെങ്കിലും രാജ്യദ്രോഹമോ നിയമവിരുദ്ധമോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടോളും. അതിനുവേണ്ടി ഇവിടെ ആരും വയറുവശന്ന് റോഡിൽ കിടക്കേണ്ട കാര്യമില്ല, മെനകെടേണ്ട കാര്യമില്ല, ആക്ഷൻ കൗൺസിൽ ഒന്നും എടുത്ത് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനിവിടെ കോടതിയും നിയമവും നിയമവാഴ്ചയും ഒക്കെ ഇവിടെ നിലനിൽപ്പുണ്ട്. ബിനുവിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ സമയമെടുക്കുന്നില്ല. ബിനുവിന് ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. ആ കാര്യങ്ങൾ ഞാൻ വരുന്ന വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യ നാട്ടുകാരെ, നമ്മൾ സമചിത്തതയുള്ളവരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം. സമൂഹത്തിനൊരു നല്ല കാര്യം ഒരുവൻ ചെയ്യുന്നുവെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ കൈക്കൊരു താങ്ങ് കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. കുറച്ച് വയസ്സായവർക്ക് അവൻ വീട്ടിൽ കൊണ്ടിട്ട് ആഹാരം കൊടുക്കുന്നെങ്കിൽ അവനൊരു താങ്ങ് നമ്മൾ കൊടുക്കണം, ഒരു സപ്പോർട്ട് കൊടുക്കണം. അതൊരു നല്ല കാര്യമാണ്. ആ വയസ്സായവർക്ക് 4 സ്പൂൺ വായിക്കാത്ത വെച്ചു കൊടുക്കുമ്പോൾ 2 സ്പൂൺ അവനും കുടിക്കട്ടോ. അവനും ജീവിക്കണ്ടേ, അവനും കുടിക്കട്ടെ 2 സ്പൂൺ. നീ എന്തിനാ വിരളി പൂളുന്നത്? അയാൾ വളരെ മനോഹരമായി അയാൾ അവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു. അവിടെയുള്ള അപ്പച്ചനമ്മച്ചിമാരുടെ മലമൂത്രം ഞാൻ വാരിയിട്ടുണ്ട്, എന്റെ കൈകൾ കൊണ്ട് വാരിയിട്ടുണ്ട്. എനിക്കത് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ചിലരാണ് നമ്മുടെ നാട്ടിന് ഉണ്ടാകേണ്ടത്. ഒരുപാട് അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, ഇതുപോലെ കോലാഹലവും ബഹളവും വെക്കുന്നവന്മാരുടെ അപ്പനമ്മമാർ നോക്കാൻ ആരുമില്ലാതെ വീട്ടിൽ കിടന്ന് വിലപിക്കുകയാണ്. ഇവന്മാര് സമൂഹം നന്നാക്കാനെന്ന മട്ടിൽ സമൂഹത്തെ ദ്രോഹിക്കാൻ നടക്കുമ്പോൾ അവന്മാരുടെ സ്വന്തം അമ്മയപ്പന്മാർ ഇവന്മാരുടെ ഉത്തരവാദിത്വ കുറവ് കാരണം ഭവനങ്ങളിൽ കരയുകയും വിലപിക്കുകയും ഒരു നേരത്തെ വെള്ളം പോലും കിട്ടാതെ, മരുന്ന് പോലും കിട്ടാതെ മരിച്ചു പോകുന്നു. അവരെയൊക്കെ സംരക്ഷിക്കുവാൻ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. അതിന് നമുക്കും അണിചേരാം. നമ്മുടെ നാട്ടിൽ ഒരപ്പച്ചനും ഒരമ്മച്ചിയും അനാഥമായി മരിക്കാതിരിക്കട്ടെ, ഉറുമ്പരിച്ച് നശിക്കാതിരിക്കട്ടെ. അവർക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു സുഹൃതമാണെന്ന് തിരിച്ചറിയണം. അവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ ആ കപ്പിലെ ഇച്ചിരി നീയും കൂടെ വേണമെങ്കിൽ കുടിച്ചോ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് സമൂഹത്തെ നന്നാക്കാൻ ഒരുമിച്ച് നിൽക്കാം. മറ്റുള്ളവൻ നന്നാവുന്നത് കാണാൻ നല്ല മനസ്സ് നമുക്കുണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.